ചവറ സ്വദേശി വേണുവിന്റെ മരണത്തിൽ ആശുപത്രികൾക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. വേണുവിനെ ചികിത്സിച്ച ചവറ CHSC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ അനാസ്ഥ ഉണ്ടായെന്ന് DME റിപ്പോർട്ട്. കൊല്ലത്തെ ആശുപത്രികളിൽ രോഗം കണ്ടെത്താനായില്ലെന്നും അടിയന്തര ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതര വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിൽ പക്ഷേ ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല. CHSC മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെയും ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. കാത്ത് ലാബ് മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തത് തിരിച്ചടിയായി. കാർഡിയോളജി വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരുണ്ടായിരുന്നില്ല. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നിട്ടും വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICUവിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. തുടർന്ന് മെഡിക്കൽ വാർഡിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും ചികിത്സ ലഭിക്കാൻ വൈകിയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഗുരുതര വീഴ്ച കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ജീവനക്കാർക്കെതിരെ നടപടി ശുപാർശയും റിപ്പോർട്ടിലില്ല. നടപടി എന്ന് പറയുമ്പോൾ അതിനകത്ത് അവർ സജഷൻസ് ആയിട്ട് പറഞ്ഞത് ഡോക്ടേഴ്സിനുള്ള കൗൺസിലിംഗ് ക്ലാസും സ്റ്റാഫുകൾക്കുള്ള സ്കിൽ ലേണിംഗും അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. SC കമ്മീഷനിൽ നിന്നും മോശം അനുഭവം നേരിട്ടെന്നും കുടുംബം ആരോപിച്ചു. ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് എന്നാണ് ഒരു ഗവൺമെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചത്. ഈ ഒരു ചോദ്യം അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് വേദന തോന്നി. അതേസമയം മരണകാരണം ആശുപത്രി പിഴവാണെന്ന ഏറ്റുപറച്ചിലോടെ സർക്കാർ നിർധന കുടുംബത്തിന് സഹായം നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. റിപ്പോർട്ടർ, കൊല്ലം.